എൻ്റെ പേര് അഭിലാഷ്. എൻ്റെ ആദ്യത്തെ പേഴ്സണലി ഹിസ്റ്ററി അധ്യാപകനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചാപ്റ്റർ ഭാഗം നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ആദ്യ ചാപ്റ്ററാണ്. നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് വരുന്നവർക്ക് ചെറിയൊരു മാറ്റമുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് പഠിച്ചത് ഒറ്റ ടെക്സ്റ്റാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഓണം എക്സാമിന് ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിന് ടെക്സ്റ്റ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് ആനുവൽ എക്സാമിന് ടെക്സ്റ്റ്, ഇങ്ങനെ 3 ടെക്സ്റ്റ് ഓരോ ഭാഗങ്ങളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ 8ൽ നിന്ന് 9ലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ഒന്നായി 2 ടെക്സ്റ്റ് ഉണ്ട്. ഒന്ന് ഹിസ്റ്ററിക്ക് ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ് ഉണ്ട്, അതേപോലെ ജോഗ്രഫിക്ക് ഒരു സെപ്പറേറ്റ് ടെക്സ്റ്റ് ഉണ്ട്. രണ്ടാമതായി കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ എഴുതിയ മാർക്ക് 40 മാർക്കായിരുന്നു. ഇപ്രാവശ്യം 40 അല്ലാണ്ട് ഇരട്ടി മാർക്കുണ്ട്, 80 മാർക്കാണ് നമ്മൾ ഈ വർഷം നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത്. ഒരുപാട് പഠിക്കാനുണ്ട്. ആദ്യം മുതൽ പഠിച്ചെങ്കിൽ മാത്രം എഴുതിയ വെച്ച് ഒരുപാട് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്ററാണ് മെഡീവൽ വേൾഡ് ഇൻ സെന്റേഴ്സ് ഓഫ് പവേഴ്സ്. മധ്യകാല ലോകം അധികാരത്തിന്റെ കേന്ദ്രങ്ങൾ. അപ്പൊ ഒന്നുകൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ്റ്ററിയുടെ ആദ്യ ചാപ്റ്റർ ആണ് മെഡീവൽ വേൾഡ് ഓഫ് സെന്റേഴ്സ് ഓഫ് പവർ. അപ്പൊ ഈ മെഡീവൽ വേൾഡിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഒരു 5 മുതൽ 15 ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡീവൽ വേൾഡ് പറയപ്പെടുന്നത്. ദ പീരീഡ് ബിറ്റ്വീൻ 5th and 15th century C known as medieval period. ഇത് എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഇതേ പീരീഡ് അല്ല, വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 5നും 15നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലുള്ള നമ്മൾ ലോകത്തിന്റെ വിവിധ കോണുകൾ ഉണ്ടായിരുന്ന ഡിഫറെന്റ് എംപയർ, സാമ്രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു ഏരിയ റോമൻ എംപയർ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ്, പഠിക്കാൻ പോകുന്നത് റോമൻ എംപയറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ റോമൻ എംപയറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യ കാലഘട്ടത്തിലെ മെഡീവൽ കാലഘട്ടത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എംപയർ ഉണ്ടായിരുന്നത് റോമൻ എംപയർ. റോമൻ എംപയർ വാസ് ദി ഏൻഷ്യന്റ് എംപയർ ഇൻ ദ വേൾഡ്. അപ്പം ഏറ്റവും പഴക്കം ചെന്ന ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പീരീഡിലെ ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു എംപയർ ഉണ്ടായിരുന്നു ഏത്, റോമൻ എംപയർ. ഫോർ ദി administrative convenience, the ruler Diocletian divided the Roman Empire into 2. First one, Eastern Roman Empire with the capital of Constantinople, and the Western Roman Empire with the capital of Rome. In the രണ്ടായി തിരിച്ചു. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞതുപോലെ വന്ന റോമൻ എംപയർ പറഞ്ഞ വാസ്റ്റ് ഒരു വലിയ എംപയർ ആയതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടി, ഭരണ സൗകര്യത്തിന് വേണ്ടി അന്ന് റോം ഭരിച്ച ഡയക്ലേഷ്യൻ എന്നറിയപ്പെടുന്ന റൂളർ രണ്ടായി തിരിച്ചു. ഒന്ന് ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദ ക്യാപിറ്റൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ and the Western Roman Empire with the capital of Rome. ഒരു പോയിന്റ് ഇവിടെ നമ്മൾ പറഞ്ഞ ഈസ്റ്റേൺ റോമൻ എംപയർ ക്യാപിറ്റൽ ഏതായിരുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ. The Constantinople earlier known as Byzantine, hence Eastern Roman Empire otherwise known as Byzantine Empire. ഈ പറഞ്ഞ ഈസ്റ്റേൺ റോമൻ എംപയർ ക്യാപിറ്റൽ ഏതായിരുന്നു, കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം അറിയപ്പെട്ട പേര് ബൈസാന്റിൻ ആയതുകൊണ്ട് ഇതേ എംപയർ ഈസ്റ്റേൺ റോമൻ എംപയർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഏത് പേരുള്ള, ബൈസാന്റിൻ എംപയർ എന്ന പേര് അറിയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് റോമൻ എംപയർ ആണ് പറഞ്ഞത്. റോമൻ എംപയറിനെ ഡയക്ലേഷ്യൻ ചെയ്യുകയുണ്ടായി. ഫോർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് റൂളർ ഡയക്ലേഷ്യൻ ഡിവൈഡഡ് ഇൻടു 2. ഈസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ദി ക്യാപിറ്റൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, earlier known as Byzantine, hence this empire also known as Byzantine Empire. Then Western Roman Empire with the capital of Rome. നമുക്ക് ഈ രണ്ട് ഭാഗം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഏതാണ്, ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. നമുക്ക് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കോർപ്പസ് ജൂറിസ് സിവിൽസ് മാത്രം പഠിച്ചിരുന്നാൽ മതി. നമുക്ക് എന്തെങ്കിലും അത് മാത്രം ചോദിച്ച് കാണുന്നു. ഇപ്പൊ കോർപ്പസ് ജൂറിസ് സിവിൽസ് നേരെ പോകുന്നു എന്തിലേക്കാ, കോർപ്പസ് ജൂറിസ് സിവിൽസിലേക്കാണ് പോകുന്നത്. അപ്പം റോമൻ എംപയർ, ഈസ്റ്റേൺ റോമൻ എംപയർ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു ജസ്റ്റീനിയൻ. ദി ഗ്രേറ്റസ്റ്റ് ഈസ്റ്റേൺ റോമൻ എംപയർ വാസ് ജസ്റ്റീനിയൻ. ഇപ്പൊ നമ്മൾ പറയുന്നത് ഏതാണ്, കോർപ്പസ് ജൂറിസ് സിവിൽസ് ആണ് പറയുന്നത്. അപ്പൊ കോർപ്പസ് ജൂറിസ് സിവിൽസ് കൊടുക്കുന്നത് ജസ്റ്റീനിയൻ ആണ്. അപ്പം ഈസ്റ്റേൺ റോമൻ എംപയർ കണ്ടതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു ജസ്റ്റീനിയൻ. നമ്മൾ പറയാൻ പോകുന്നത് ഇനി കോർപ്പസ് ജൂറിസ് സിവിൽസിലേക്കാണ് കൊണ്ടുവന്നാണ് ജസ്റ്റീനിയൻ. Now the greatest contribution of Justinian, he codified all the existing laws
and put a new one. അത് എന്തെയുണ്ടായി അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത എന്തെയുണ്ടായി കൊണ്ടുവരികയുണ്ടായി. അത് അറിയപ്പെട്ടതാണ് ഏത് പേരിൽ? കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേര്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ലോസ് എന്തെയുണ്ടായി കോഡിഫൈ ചെയ്തുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ ലോസ് അദ്ദേഹം കൊണ്ടുവന്നു, ഒരു പുതിയ കോഡ് കൊണ്ടുവന്നു. അത് അറിയപ്പെട്ടതാണ് ഏത് പേരിൽ? കോർപ്പസ് ജൂറിസ് സിവിൽസ്. അപ്പൊ അത് കൊണ്ടുവന്നാണ് ജസ്റ്റിനാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഈ മൂന്ന് കാര്യങ്ങളുടെ ബേസിലാണ് അദ്ദേഹം നടപ്പിലാക്കിയത്: റീസണിംഗ്, ജസ്റ്റിസ് ആൻഡ് ജനറസിറ്റി. റീസണിംഗ്, ജസ്റ്റിസ് ആൻഡ് ജനറസിറ്റി. So Justinian's corpus juris civilis based on the principles of reasoning, justice, generosity. Reasoning, justice, generosity. ഈ മൂന്ന് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ കോർപ്പസ് ജൂറിസ് സിവിൽസ് ആരംഭിക്കുകയും ചെയ്തത്. Later, many nations adopted this for framing their laws. പിൽക്കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും എന്ത് ചെയ്യുകയുണ്ടായി? ഈ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിൽസ് സ്വീകരിക്കുകയും ചെയ്തു. ഒന്നുകൂടെ, the greatest contribution of Justinian was the codification of existing laws and put a new one. അദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി? അവരുടെ നിയമങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത കൊണ്ടുവരികയുണ്ടായി. അതാണ് ഏത്? കോർപ്പസ് ജൂറിസ് സിവിൽസ്. It was based on the principles of reasoning, justice and generosity. Later, many nations adopted it for framing their laws. പിൽക്കാലത്ത് ഒരുപാട് രാജ്യങ്ങൾ ഇത് സ്വീകരിക്കുകയും ചെയ്തു. എക്സാമ്പിളായി പറയപ്പെടുന്നത് ഫ്രഞ്ച് റൂളറായിരുന്ന നെപ്പോളിയൻ പോലും ഈ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിൽസ് സ്വീകരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് പഠിക്കുന്ന ഒരു പോയിന്റ് ഉള്ളൂ. ഇതിന് മൂന്ന് ഭാഗമുണ്ട്, മൂന്ന് പാർട്ടുണ്ട്. ഫസ്റ്റ് കോഡ്, രണ്ട് ഡൈജസ്റ്റ്, മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഈ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിൽസിന് മൂന്ന് പാർട്ടുണ്ട്: കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ് കോഡ്? എന്താണ്? ഈ പറഞ്ഞ റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന ഒരു ചെറിയൊരു ബുക്കാണ് ഇത് കോഡ് എന്നറിയപ്പെടുന്നത്. The book containing the laws prevailing in the Roman Empire. റോമിൽ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിക്കുന്ന ഒരു ചെറിയ ബുക്കാണ് ഇത് കോഡ് എന്നറിയപ്പെടുന്നത്. The book containing the laws prevailing in the Roman Empire. ഒന്ന്. രണ്ടാമത്തെ ഡൈജസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമങ്ങളെ കുറിച്ചുള്ള അവരുടെ ജൂറിസ് അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഒപ്പീനിയൻസ് ആണ്. But the book which record the opinions of the jurists of the Roman laws, the Roman Empire. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളെ കുറിച്ച് അവിടുത്തെ ജൂറിസ്റ്റിന്റെ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ് ഇത് ഡൈജസ്റ്റ്. ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. The small book intended for the study of law. ഈ നിയമങ്ങൾ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ബുക്കാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട്. ലാസ്റ്റ് ആണ് പറയുന്നത് ഈ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിൽസിന് എത്ര ഭാഗമുണ്ട്? മൂന്ന് ഭാഗമുണ്ട്: കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ് എന്തായിരുന്നു? The book containing the laws prevailing in Roman Empire. റോമൻ എംപയർ ഉണ്ടായിരുന്ന നിയമങ്ങൾ കുറിക്കുന്ന ബുക്കാണ് കോഡ്. ഇടത് ഡൈജസ്റ്റ് ആണ്. ഡൈജസ്റ്റ് എന്താ? The book which record the opinions of the juries of the laws. ആ നിയമങ്ങളെ കുറിച്ചുള്ള ജൂറിസ്റ്റിന്റെ ഒപ്പീനിയൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത്. ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. The book, the small book intended for the study of law. ഈ പറഞ്ഞ നിയമങ്ങൾ പഠിക്കുന്നതിനെ കുറിച്ചുള്ള ചെറിയ ബുക്കാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. നമുക്ക് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഓക്കേ, നമ്മൾ പറഞ്ഞ മെഡീവൽ വേൾഡ് ഡിസൈനേഴ്സ് പോലുള്ള ഭാഗം നമ്മൾ എടുത്തു. നമ്മൾ പറഞ്ഞ ഇന്ത്യയെ കുറിച്ചാണ്. ആദ്യം റോമൻ ഇന്ത്യയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. നമ്മൾ രണ്ടായി ക്ലാസ് ചെയ്തു. ഡൈക്ലേഷൻ ക്ലാസ് ചെയ്യുകയുണ്ടായി. ഈസ്റ്റേൺ റോമൻ എംപയർ, വെസ്റ്റേൺ റോമൻ എംപയർ. നമ്മൾ ആദ്യം പറഞ്ഞത് ഈസ്റ്റേൺ റോമൻ എംപയർ ആണ്. അതിന്റെ പ്രത്യേകതകൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം കോർപ്പസ് ജൂറിസ് സിവിൽസ് ആണ് പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ജസ്റ്റിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള റൂളർ എവിടെ ഉണ്ടായിരുന്നില്ല? ഈസ്റ്റേൺ റോമൻ എംപയറിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയർ began to decline after Justinian. ജസ്റ്റിന് ശേഷം ഈ എംപയർ എന്ത് ചെയ്യുകയുണ്ടായി? തകർച്ചയെ നേരിടുകയും ചെയ്തു. അതേപോലെ it collapsed with the capture of Constantinople by the Turks. 15ാം നൂറ്റാണ്ടോട് കൂടി അല്ലെങ്കിൽ 1453 തുർക്കികൾ ഇതിന്റെ ക്യാപിറ്റലായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടുകൂടി എന്ത് ചെയ്യുകയുണ്ടായി? ഈ എംപയർ തകർച്ച നേടുകയും ചെയ്തു. രണ്ട് പോയിന്റ് ലാസ്റ്റ് ഈസ്റ്റേൺ റോമൻ എംപയർ began with the decline of Justinian.
ജസ്റ്റിനേഷൻ എന്ത് ചെയ്യുണ്ടായി? ഇത് പൂർണ്ണമായി തകർച്ച നേടുകയുണ്ടായി. അതേപോലെ it collapsed with the capture of Constantinople by the Turks in 50th century. 15ാം നൂറ്റാണ്ടിൽ തുർക്കികൾ കോൺസ്റ്റന്റിനോപ്പിൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഇതിന്റെ തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗമായ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ പോകുന്നത് വെസ്റ്റേൺ റോമൻ എംപയറിലേക്കാണ്. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ചു കാലം മാത്രമേ വെസ്റ്റേൺ റോമൻ എംപയർ എന്ത് സാധിച്ചു? നിലനിൽക്കുവാൻ സാധിച്ചു. കാരണം ആദ്യകാലം മുതലേ ഒരുപാട് ട്രൈബൽ അറ്റാക്ക് എന്ത് ചെയ്യുന്നുണ്ടായി? വെസ്റ്റേൺ റോമൻ എംപയർ നേരിടുകയുണ്ടായി. ഈ ജർമ്മനിക് ട്രൈബ്സിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നൊക്കെ ഒരുപാടായി അറ്റാക്ക് എന്ത് ചെയ്യുന്നുണ്ടായി? ഇവർ ഈ പറഞ്ഞ വെസ്റ്റേൺ റോമൻ എംപയറിന് നേരിടുകയുണ്ടായി. അതുകൊണ്ട് വളരെ കുറച്ചു കാലം മാത്രമേ എന്ത് ചെയ്യാൻ സാധിച്ചുള്ളൂ? വെസ്റ്റേൺ റോമൻ എംപയറിന് നിലനിൽക്കുവാൻ സാധിച്ചു. നോക്കിയുള്ള വെസ്റ്റേൺ റോമൻ എംപയർ its capital Rome came to be an end the continuous invasion of the Germanic tribes. അപ്പോൾ ആദ്യം ഈ പറഞ്ഞ ജർമാനിക് ട്രൈബ്സ് നിരന്തരം ആരെ ആക്രമിച്ചുകൊണ്ടിരുന്നു? ഈ വെസ്റ്റേൺ റോമൻ എംപയർ ആക്രമിച്ചുകൊണ്ടിരുന്നു. അതെന്തിനു കാരണമായി? ഇവരുടെ തകർച്ചയ്ക്ക് കാരണമായി. അതുമാത്രമല്ല ഇവരുടെ ടെറിട്ടറീസ്, ഇവരുടെ പ്രദേശങ്ങളിൽ പല ട്രൈബൽ ഗ്രൂപ്പ് എന്ത് ചെയ്യുകയുണ്ടായി? പിടിച്ചെടുക്കുകയും ചെയ്തു. The territories of the Roman Empire captured by the different tribal group. നമ്മൾ പറഞ്ഞ പോലെ ഇവരുടെ ടെറിട്ടറീസിലോ എന്ത് ചെയ്യുകയുണ്ടായി? ഒരുപാട് ട്രൈബൽ ഗ്രൂപ്പ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയുണ്ടായി. The most prominent among them was the Franks. അതിൽ ഏറ്റവും പ്രധാന ആരായിരുന്നു? ഫ്രാൻസുകളായിരുന്നു. ഒന്നുകൂടെ the Western Roman Empire with its capital came to an end the continuous invasion of the Germanic tribes. The territories of the Roman Empire were captured by the different tribal groups. The most prominent among them was the Franks. Then they established a new empire known as Frankish Empire. അതിനുശേഷം ഈ ഫ്രാങ്ക് എന്ത് ചെയ്യുകയുണ്ടായി? ആ പ്രദേശത്ത് പുതിയൊരു എംപയർ ആരംഭിച്ചു. ഫ്രാൻസുകൾ ആരംഭിച്ചതുകൊണ്ട് ഫ്രാങ്കിഷ് എംപയർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. The most prominent ruler of Frankish Empire was Charlemagne. ഈ പറഞ്ഞ ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു ഷാർലമാൻ. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നേരെ പോയത് വെസ്റ്റേൺ റോമൻ എംപയറിലേക്ക് പോയത്. വെസ്റ്റേൺ റോമൻ എംപയർ which is capital Rome came to an end the continuous invasion of the Germanic tribes. The territories of the Roman Empire captured by the different tribal groups. The most prominent among them was the Franks. Then they established a new empire known as Frankish Empire. The most prominent Frankish ruler was Charlemagne of Carolingian dynasty. Carolingian dynasty Charlemagne ആയിരുന്നു ഫ്രാങ്കിഷ് എംപയറിലെ ഏറ്റവും മികച്ച ഭരണാധികാരി. അപ്പോൾ നമ്മൾ ഇനി പറയുമ്പോൾ ഈ വെസ്റ്റേൺ റോമൻ എംപയർ ഇപ്പൊ അതില്ല, പക്ഷേ ഫ്രാങ്കിഷ് എംപയർ ഉള്ളത്. അപ്പോൾ ഈ ഫ്രാങ്കിഷ് എംപയർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോളി റോമൻ എംപയർ അല്ലെങ്കിൽ വിശുദ്ധ റോമൻ സാമ്രാജ്യം. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ ഫ്രാങ്കിഷ് എംപയറിനെ ഹോളി റോമൻ എംപയർ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്? അതിന് കഥയുണ്ട്. ഒരിക്കലും ഈ ക്രിസ്ത്യൻ സഭയുടെ സ്പിരിച്വൽ ഹെഡ് ആയിരുന്ന പോപ്പ് ലിയോ തേർഡിനെ ലാംബർട്സ് എന്നറിയപ്പെടുന്ന ഒരു ട്രൈബൽ എന്ത് ചെയ്യുണ്ടായി? അറ്റാക്ക് ചെയ്യുണ്ടായി. അപ്പൊ ആ ഒരു അറ്റാക്കിൽ നിന്നും ഈ പറഞ്ഞ പോപ്പിനെ സംരക്ഷിച്ചതിലേക്ക് പ്രൊട്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ സേവ് ചെയ്തത് ആരായിരുന്നു? ഷാർലമാൻ ആയിരുന്നു. അപ്പൊ അതിന് പകരം അദ്ദേഹത്തിന് നൽകിയ ഒരു ബിരുദം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഏത്? ഹോളി റോമൻ എംപയർ എന്ന പേരിൽ. അതിനുശേഷമാണ് എന്തിരുന്ന ഈ എംപയർ ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഒന്നുകൂടെ ഒരിക്കലും പറഞ്ഞുള്ള ലാംബർട്സ് എന്ന ഒരു കൂട്ടം ട്രൈബൽ ഗ്രൂപ്പ് ആരെ അറ്റാക്ക് ചെയ്തു? പോപ്പ് ലിയോ തേർഡിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അപ്പൊ അതിൽ നിന്നും ഷാർലമാൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു. അപ്പൊ അതിന് പകരം അദ്ദേഹം നൽകിയ ബിരുദമാണ് റോമൻ എംപയർ എന്ന പേര്, ഹോളി റോമൻ എംപയർ. അതോടുകൂടിയാണ് ആ സാമ്രാജ്യം, ആ എംപയറിന്റെ പേരിൽ ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. ഷാർലമാൻ സേവ്ഡ് പോപ്പ് ലിയോ തേർഡ് from the spiritual the spiritual head of the Catholic Church from the attacks of Lamberts. ഒരിക്കൽ പറഞ്ഞതുപോലെ ആരുടെ അറ്റാക്കിൽ നിന്നും? ലാംബർട്സ് എന്നറിയപ്പെടുന്ന ട്രൈബൽസിന്റെ അറ്റാക്കിൽ നിന്നും ആര്? പോപ്പ് ലിയോ തേർഡിനെ ഷാർലമാൻ എന്ത് ചെയ്യുണ്ടായി? പ്രൊട്ടക്ട് ചെയ്തു. അതിന് പകരം നൽകിയ ഒരു gratitude the Pope Leo III crowned him as the Holy Roman Emperor. അതിന് പകരം നൽകിയതാണ് ഏതാ? Holy Roman Emperor എന്ന് പേരുള്ള. Hence the emperor also known as the Holy Roman Emperor. നമ്മൾ പറഞ്ഞ പോലെ Charlemagne saved Pope Leo III
the spiritual head of Catholic Church from the attack of Lombards. As a gratitude, he crowned him as the Holy Roman Emperor. Hence, the emperor also known as Holy Roman Emperor. Okay, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. അപ്പൊ ഇത്രയും കാലം നമ്മൾ ബേസ് ആയിട്ട് അറിഞ്ഞാൽ മതി. അവിടെ നമുക്ക് ചോദിക്കുന്ന സാധ്യത ക്വസ്റ്റ്യനുകൾ കുറവാണ്. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ റിഫോംസ് ഓഫ് ഷാർലമാൻ. അപ്പൊ കുറച്ചു കാലം മാത്രമേ ഷാർലമാൻ എവിടെ പഠിച്ചുള്ളൂ, ഈ പറഞ്ഞ ഫ്രാങ്കിഷ് എംപയർ പഠിച്ചുള്ളൂ. പക്ഷേ ആ ഒരു പീരീഡിനകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും റിഫോംസ് ഓഫ് ഷാർലമാൻ ആണ്. ഫസ്റ്റ് ആദ്യമായിട്ട് ഈ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ആക്രമണകാരിയായിരുന്നു, അതേപോലെ ആരുമായിരുന്നു, ഒരു എഫിഷ്യന്റ് റൂളറായിരുന്നു, ഒരു കൺകറർ ആയിരുന്നു. ഷാർലമാൻ വാസ് എ ഗ്രേറ്റ് കൺകറർ ആസ് വെൽ ആസ് എ മോസ്റ്റ് എഫിഷ്യന്റ് റൂളർ. ഒരേ സമയത്ത് ആരായിരുന്നു, ഒരു ആക്രമണകാരിയായിരുന്നു, അതേപോലെ തന്നെ അദ്ദേഹം ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള റൂളറായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ എവിടെ അദ്ദേഹം കൊണ്ടുവന്നു, തന്റെ എംപയറിൽ കൊണ്ടുവന്നു. നമുക്ക് ഒരു 4 പോയിന്റ് പഠിച്ചാൽ മതി. ഫസ്റ്റ്, he expanded his empire through political alliance and matrimonial relation. ഒന്നാമത്, he expanded his empire through political alliance and matrimonial relation. വിവാഹ ബന്ധങ്ങളിലൂടെയും അതുപോലെ രാഷ്ട്രീയ ബന്ധങ്ങളിലൂടെയും തന്റെ സാമ്രാജ്യ ശക്തി അദ്ദേഹത്തെ വർദ്ധിപ്പിച്ചു. ഒന്ന്. രണ്ടാമത്, he introduced centralized administration in his country. രണ്ടാമതായി, ആദ്യമായിട്ട് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തെ ഇവിടെ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. 2 പോയിന്റ്. ഒന്നാമത്, ഫസ്റ്റ് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ അലയൻസിലൂടെയും മാട്രിമോണിയൽ റിലേഷനിലൂടെയും എംപയർ എന്തെയുണ്ടായി, എക്സ്പാൻഡ് ചെയ്യിച്ചു. ആദ്യമായിട്ട് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്തെയുണ്ടായി, കൊണ്ടുവരികയും ചെയ്തു. മൂന്നാമത്, ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി, പ്രാദേശിക ഭരണങ്ങൾക്ക് വേണ്ടി കൗണ്ട് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമത് പറഞ്ഞ പോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അദ്ദേഹം എന്തെയുണ്ടായി, കൗണ്ട് എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥ ബന്ധത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. The local administration entrusted with the നമ്മൾ പറഞ്ഞ പോലെ കൗണ്ട് എന്നറിയപ്പെടുന്ന ഓഫീസിന്റെ the local administration entrusted to the office is known as count. കൗണ്ട് എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തെയുണ്ടായി, ഈ പറഞ്ഞ പ്രാദേശിക ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്തെയുണ്ടായി, ചുമതലപ്പെടുത്തുകയും ചെയ്തു. 3. To check up the activities of the counts, he created a new group known as Missi Dominis. ന്യൂ ഓർഗനൈസേഷൻ, ഒരു പുതിയ സംഘടന. ഈ കൗണ്ടിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി മിസ്സി ഡൊമിനിസ് എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഓർഗനൈസേഷൻ, ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു, ഷാർലമാൻ ആവിഷ്കരിച്ചു. 4 പോയിന്റുകൾ പറഞ്ഞു. എന്തായിരുന്നു? ഫസ്റ്റ് പറഞ്ഞ പോലെ he expanded his empire through political alliance and matrimonial relation, and he introduced centralized administration in his country. More the local administration entrusted with the office is known as count. To check up the activities of count, he introduced a new department known as Missi Dominici. അഞ്ചാമത്തെ പോയിന്റ്, റിലീഫ് ഫണ്ട് were created for helping the poor. സാധാരണക്കാരെ ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി അത് എന്ത് ആരംഭിച്ചു, റിലീഫ് ഫണ്ടുകൾ ആരംഭിച്ചു. റിലീഫ് ഫണ്ട് were created for helping the poor. സാധാരണക്കാരെ ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി എന്താരംഭിച്ചു, റിലീഫ് ഫണ്ടുകൾ ആരംഭിച്ചു. അതേപോലെ തന്നെ various education institutions, ഒരുപാട് വിദ്യാലയ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ഈ പറഞ്ഞ ഷാർലമാൻ ആവിഷ്കരിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അത് എവിടെ കൊണ്ടുവന്നു, തന്റെ രാജ്യത്തിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾക്ക് ഇത് വിധേയമായി. ഇതറിയപ്പെടുന്നതാണ് കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന പേരിൽ. അപ്പം ഈ ഇന്റലക്ച്വൽ ചേഞ്ച്, ഇന്റലക്ച്വൽ അവേക്കനിങ്, ഇതേപോലെ ഒരു പ്രവർത്തന ഫലമായി ഒരു ഇന്റലക്ച്വൽ അവേക്കനിങ് എവിടെ ഉണ്ടായി, ഈ പറഞ്ഞ ഫ്രാങ്കിഷ് എംപയറിൽ ഉണ്ടായി. അത് അറിയപ്പെടുന്നതാണ് കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന പേരിൽ. നമുക്ക് അത് മാത്രമേ ചോദിക്കാം, കരോളിഞ്ചിയൻ റിനൈസൻസ് മാത്രമേ ചോദിക്കും, അല്ലെങ്കിൽ റിഫോംസ് ഓഫ് ഷാർലമാൻ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യം ഇതിനെ കുറിച്ചായിരുന്നു. റോമൻ എംപയർ നമ്മൾ പറഞ്ഞ ഹിസ്റ്ററി ആദ്യ ചാപ്റ്റർ നമ്മൾ പറഞ്ഞ പോലെ മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ, ലോകത്തിന്റെ പല കോണുകളിൽ ഉണ്ടായിരുന്ന അധികാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ദ പീരിയഡ് ബിറ്റ്വീൻ 5th and 50th century known as medieval period. medieval period പല പ്രദേശങ്ങളായ ധാരാളം എംപയർ ആരംഭിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത റോമൻ എംപയറിനെ കുറിച്ചാണ്. റോമൻ എംപയർ was the most prominent the ancient empire. For the administrative convenience, the ruler Diocletian divided the Roman Empire into 2.
ആദ്യം പറഞ്ഞത് ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ്. അതിന്റെ ക്യാപിറ്റൽ പറഞ്ഞതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം അറിയപ്പെട്ടത് ഏത് പേരിലാണ്? ബൈസാന്റൈൻ എന്ന പേരിലാണ്. അതുകൊണ്ടാണ് ഈസ്റ്റേൺ റോമൻ എംപയർ ബൈസാന്റൈൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. പിന്നെ ഇവിടെ ഈസ്റ്റേൺ റോമൻ എംപയർ ചർച്ച ചെയ്തപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം പിന്നീട് പഠിക്കുന്നത് നമുക്ക് കോർപ്പസ് ജൂറിസ് സിവിൽസ്. ഈസ്റ്റേൺ റോമൻ എംപയറിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റൂളറായിരുന്ന ജസ്റ്റിനാണ് എന്ത് ചെയ്തത്? അത് കൊണ്ടുവരികയും ചെയ്തത്. നമ്മൾ പറഞ്ഞ കോർപ്പസ് ജൂറിസ് സിവിൽസ് ആണ്. ദി ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ജസ്റ്റിൻ വാസ് ദി കോഡിഫൈഡ് ആൾ ദി എക്സിസ്റ്റിംഗ് ലോസ്. അവിടെ നിയമം എന്ത് ചെയ്യുണ്ടായി? കോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഒരു നിയമം അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി. അറിയപ്പെടുന്ന കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേര്. Justin's corpus juris civilis based on the principles of reasoning, justice, generosity. മൂന്ന് കാര്യങ്ങളുടെ ബേസിലാണ് അദ്ദേഹം നിർവചിച്ചത്. reasoning, justice, generosity. Later many nations adopted the laws for framing their laws. പിൽക്കാലത്ത് പല രാജ്യങ്ങളും ഇത് സ്വീകരിച്ചു. എക്സാമ്പിൾ ആയ നെപ്പോളിയനെ കുറിച്ച് പറഞ്ഞു. ലാസ്റ്റ് അതിന് മൂന്ന് പാർട്ട് ഉണ്ടായിരുന്നു: കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്. കോഡ് എന്താണ്? അവിടുത്തെ നിയമങ്ങളെ കുറിച്ചുള്ള ഈ ചെറിയ അവിടെ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബുക്കാണ് ഏത്? കോഡ്. അത് ബുക്ക് which containing the laws prevailed in എവിടെ? റോം. അതിനെ കുറിച്ചുള്ള ബുക്കാണ് കോഡ്. എന്താണ്? ഡൈജസ്റ്റ് ആണ്. ഡൈജസ്റ്റ് എന്താ? അതിനെ കുറിച്ചുള്ള ജൂറിസ്റ്റിന്റെ ഒപ്പീനിയൻസ് ആണ്. The book which record the opinions of the jurists. ആ ജൂറിസ്റ്റിനെ കുറിച്ചുള്ള ജൂറിസ്റ്റുകളുടെ ഒപ്പീനിയൻസ് ആണ് അതിനകത്ത് പറഞ്ഞത്. ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് the smart book which study the laws. അപ്പോൾ നമുക്കത് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ബുക്കാണ് ഏത്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്തത്. നമ്മൾ നേരെ പോയത് പിന്നെ വെസ്റ്റേൺ റോമൻ എംപയറിലേക്കാണ്. വെസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇതുമായി താരതമ്യം ചെയ്തപ്പോൾ കുറച്ചു കാലം മാത്രമേ വെസ്റ്റേൺ റോമൻ എംപയർ എന്നീ സാധിച്ചുള്ളൂ. ആദ്യകാലങ്ങളിൽ ഒരുപാട് ആക്രമണങ്ങളുടെ അറ്റാക്സ് ഉണ്ടാവുകയും ചെയ്തു. Western Roman Empire with its capital Rome came to name the country's invasion of the Germanic tribes. The territories of the Roman Empire captured by the different tribes, the most prominent among them the Franks. Then the Franks established a new empire known as Frankish Empire. The most prominent ruler of Frankish Empire was Charlemagne. The Western Roman Empire, otherwise Holy Roman Empire, otherwise known as Holy Roman Empire. അത് Holy Roman Empire പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താ? Charlemagne saved Pope Leo III, the spiritual head of Catholic Church, from the tribal attacks of Lombards. As a gratitude, the Pope crowned him as the Holy Roman Emperor. Then hence the empire was known as Holy Roman Empire. അതിനുശേഷം അല്ലെങ്കിൽ പോപ്പിനെ സംരക്ഷണത്തിന് പകരമായി അതിന് എന്ത് നൽകി? ഒരു ബിരുദം നൽകി. അതിനുശേഷമാണ് ഈ എംപയർ ഹോളി റോമൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാസ്റ്റ് നമ്പർ നിർത്തിയത് ഷാൽമാൻ അവിടെ കൊണ്ടുവന്ന റിഫോംസ് ആണ്. നമ്മൾ 6 പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞതുപോലെ he expanded his empire through political alliance and matrimonial relation. രണ്ടാമത് he introduced centralized administration in his country. Local administration entrusted to the offices known as count to check the activities of counts. A secret organization, a secret department known as Missi Dominici. A relief fund started for helping the poor. Last point. Various education institutions were also started. ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം എവിടെ കൊണ്ടുവന്നു? ഈ ഫ്രാങ്കിഷ് എംപയറിൽ കൊണ്ടുവന്നു. അത് പൊതുവെ അറിയപ്പെടുന്നതാണ് കരോളിഞ്ചിയൻ റിനൈസൻസ് എന്ന പേരിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്.